എൻ്റെ പേര് സന്ധ്യ. ഞാൻ തിരുവനന്തപുരത്ത് പാച്ചല്ലൂരിനടുത്ത് പനത്തുറ എന്നൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ അടുത്ത് +1 ഞാൻ ജന്മന ഇങ്ങനെയാണ്. അപ്പം ചെറുപ്പത്തിലെ വരയോടൊരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ വരയ്ക്കാൻ തുടങ്ങി. ഈ ഇടയ്ക്കാണ് മോഹൻലാൽ സാറിൻ്റെ ചിത്രം വരച്ചത്. അപ്പം വരച്ചപ്പോഴൊന്നും അവന് കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ആദ്യം വരച്ചു. ശരിയാവുമെന്ന് അറിയാത്ത വരച്ചു. പക്ഷേ പിന്നെ ഇപ്പോൾ സാറിനൊന്ന് നേരിട്ട് കൊടുക്കണമെന്നുള്ളൊരാഗ്രഹം വന്ന് അങ്ങനെ ഇന്നലെ സാറ് വിളിച്ചു, അഭിനന്ദിച്ചു. അപ്പം സാർ നാട്ടിൽ തിരുവനന്തപുരത്ത് വരുമ്പം നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. സന്ധ്യ സന്ധ്യ അപ്പൊ ഷനൽ പറഞ്ഞു ഇന്ന് അവിടെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാനൊരു യാത്രയിലായിരിക്കും, ഞാൻ കാറിലാണ്, മദ്രാസിലാണ്. ഒരുപാട് സന്തോഷം. എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ കാണാം. അത് എൻ്റെ ഈ മാതൃഭൂമി കൂടി വന്ന മെനയാന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇത് കൂടി സനിൽ കുമാർ എന്ന് പറഞ്ഞൊരു സാറ് ആണ് മോഹൻലാൽ സാറിന് കാണിച്ചു കൊടുത്തത്. ഞാൻ സാറിന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാണണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിന് ഇത്ര പെട്ടെന്ന് നടക്കുമെന്നും, അതുപോലെ തന്നെ അത് വീഡിയോ കോളിൽ അത് സാറിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് എന്നെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു 5-6 വയസ്സായപ്പോൾ തന്നെ വരയ്ക്കാൻ തുടങ്ങി. കാരണം സാധാരണ ഒരാളെ പോലെ അങ്ങനെ അധികം പുറത്തൊന്നും ഇറങ്ങി കളിക്കാനൊന്നും പറ്റില്ല. എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇവിടെ ഒരു സാറ് വിഴിഞ്ഞത്ത് ഒരു സാറ് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ പോയി സാറ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ക്ലാസ്സിന് പഠിച്ചുകൊണ്ടിരിക്കുക. വലുതാകുമ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു നിലയിൽ അറിയപ്പെടണം. അതുപോലെ തന്നെ എന്തെങ്കിലും പഠിച്ച് ഒരു ഡിഗ്രി വാങ്ങിച്ച് ഒരു ജോലി വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഒരു വഴിയാണ് ഇപ്പോഴത്തെ ആവശ്യം. കാരണം ആരെയും ഒന്നും ബുദ്ധിമുട്ടിക്കാതെ ഈ ഇലക്ട്രിക് വീൽ ചെയറിൽ എനിക്കിത്തിരി പുറത്തൊക്കെ ഇറങ്ങാനൊക്കെ ഒരു വഴി അത്യാവശ്യം തന്നെയാണ്. മറ്റാർക്കും അധികം എളുപ്പം ലഭിക്കാത്ത അപൂർവങ്ങളിൽ അപൂർവമായ ഭാഗ്യമാണ് സന്ധ്യമോൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി ലാലേട്ടനെ ഒന്ന് നേരിട്ട് കാണണം. സന്ധ്യ വരച്ച ഈ ഫോട്ടോ ലാലേട്ടന് കൈമാറണം. അനൂപിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ JB ചേരുന്നു. ജിബിൻ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അത് ആ മോളുടെ സന്തോഷം കാണുമ്പോൾ കൂടിയാണ് നമുക്ക് സന്തോഷം തോന്നുന്നത്. ലാലേട്ടൻ അങ്ങനെ വിളിക്കുക, നേരിട്ട് കാണുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. എന്തെങ്കിലും നേരിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നേരിട്ട് കാണുമ്പോൾ ഇതിലേറെ സന്തോഷമായിരിക്കും. അപ്പോഴും നമുക്കിത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. മോത്തി, നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ഇരു കൈകളുണ്ട്, കാലുകളുണ്ട്. പക്ഷേ നമുക്ക് പോലും ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളുമാണ് ഈ സന്ധ്യ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു സ്ഥിതിയിൽ ചെയ്യുന്നത്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായി ആദ്യം ഈ ലാലേട്ടൻ വിളിച്ച് അഭിനന്ദിച്ച ഒരു കുട്ടിയെ കാണാൻ എന്ന നിലയിലാണ് അവിടെ എത്തിയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ തട്ടുന്ന പല കാഴ്ചകളും കാണാൻ സാധിച്ച കാര്യം. ഈ സന്ധ്യ ജന്മനാ തന്നെ ഇരു കൈകാലുകളും ഭാഗികമായി ഇല്ലാതെയാണ് ജനിച്ചത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പോലും തനിക്ക് പരിമിതമായ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവളുടെ ഭാഗ്യമായുള്ള കൈയുടെ അവിടെ ഒരു പെൻസിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മോഹൻലാലിൻ്റെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ അവർ ഇത്രയും മനോഹരമായ രീതിയിൽ സന്ധ്യ വരച്ചത്. ഇതിലൊരു ചിത്രമാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു നമ്മുടെ മാതൃഭൂമി പത്രത്തിൽ റിപ്പോർട്ടറായിട്ടുള്ള അപർണ ഒരു സ്റ്റോറി പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് കണ്ടിട്ടാണ് മോഹൻലാലിൻ്റെ സുഹൃത്ത് മോഹൻലാലിനെ വിളിച്ച് അറിയിക്കുകയും ലാലേട്ടൻ തൻ്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ ഈ കുട്ടിയെ നേരിട്ട് വീഡിയോ കോൾ വഴി വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തത്. അതുമാത്രമല്ല, നാട്ടിലെത്തുമ്പോൾ സന്ധ്യ നേരിട്ട് വന്ന് കാണുമെന്നും ലാലേട്ടൻ സന്ധ്യയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കുട്ടിക്ക്, അതായത് ഇങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ലഭിക്കുന്നതിൽ അവൾ ആഗ്രഹിച്ചാലും വലിയ ഒരു സ്വപ്നമാണ് അവൾക്കിപ്പോൾ മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടനിലൂടെ അവൾക്ക് ആ ഒരു ആഗ്രഹം സാഫല്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ സന്ധ്യയ്ക്ക് നമുക്കറിയാം, തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല, മോഹൻലാൽ എന്ന ആ മഹാനടൻ കാണിച്ച ആ മനസ്സും എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ ഒരാളെ വിളിക്കുക, അഭിനന്ദിക്കുക, ഇനി നേരിട്ട് കാണാമെന്ന് പറയുക, പലർക്കും ചെയ്യാൻ കഴിയുകയും അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം മോഹൻലാൽ എന്ന മഹാനടൻ ചെയ്തു എന്നുള്ളതിലാണ് ഒരുപാട് സന്തോഷം തോന്നുന്നു.